Hi friends, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ മേക്കിങ്ങിന്റെ വീഡിയോ ആണ്. ഫ്ലവറും അതേപോലെ ഫ്ലവർ വേസും എല്ലാം നമ്മൾ തെങ്ങിൽ നിന്നുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ കത്തിച്ച് കളയുന്ന കൊലച്ചിൽ അതുപോലെ പൊരിക്ക കൊതുമ്പിന്റെ വാലയൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു ഫ്ലവർ വേസും അതുപോലെ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കിയെടുത്താലോ. Once again, welcome back to my channel. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഫ്ലവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങയുടെ ഒരു പൊരിക്ക അല്ലെങ്കിൽ മൊത്തി എന്നൊക്കെ പറയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു മൊട്ടിനൊക്കെ വേണ്ടിയിട്ട് മച്ചിങ്ങയുടെ ആ ഒരു പുറത്തുള്ള മൊത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ആദ്യം പൊടിയൊക്കെ തട്ടി ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ആക്രിലിക് കളർ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ആക്രിലിക് കളർ പെയിൻറ്റിന് പകരം നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റോ അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ റെഡ് കളർ ആക്രിലിക് കളർ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റ് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു മുൻപിലും അതുപോലെ ബാക്കിലൊക്കെ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പെയിൻറ്റ് അടിക്കാൻ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് പെയിൻറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 ഡ്രോപ്പ് വെള്ളം കൂടെ ചേർത്ത് പെയിൻറ്റ് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് റെഡ് അല്ല വേറെ ഏത് കളറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ കളറും കൊടുത്ത് പെയിൻറ്റ് അടിക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ഫ്ലവേഴ്സും ആ ഒരു മച്ചിങ്ങയുടെ ആ മൊത്തിയൊക്കെ റെഡ് കളർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ആ ഒരു നടുക്കില്ലേ, ഒരു പൂമ്പൊടിയൊക്കെ വരുന്ന ആ ഒരു ഭാഗം, ആ ഒരു ഭാഗത്ത് ഞാനിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് കളർ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഒരു പോപ്പി ഫ്ലവറിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു 3 ഫ്ലവർ ഞാൻ നടുക്ക് ബ്ലാക്ക് കൊടുത്തു, ബാക്കി ഞാൻ നടുക്ക് യെല്ലോ കളർ പെയിൻറ്റ് കൊടുക്കാൻ പോവാണ്. ബ്ലാക്കും റെഡും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ്. ആ ഒരു പോപ്പി ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഒരു നല്ല ഒരു അട്രാക്ഷൻ കിട്ടുന്നത് ആ ഒരു യെല്ലോ കളറ് റെഡിൻ്റെ കൂടെ ഒന്ന് ചേർന്നപ്പോഴാണ്. അപ്പോൾ എല്ലാ ഫ്ലവറിനും ഞാൻ കൊടുത്തു. അതുപോലെ നമ്മൾ ആ മച്ചിങ്ങയുടെ ആ ഒരു മൊത്തിയില്ലേ, അതൊരു വിരിഞ്ഞ് വരുന്ന ആ ഒരു മൊട്ടിന് പകരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉള്ളിലും അതുപോലെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് യെല്ലോ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനതുപോലെ നേരത്തെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഞാൻ നടുക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു കളറ് സൈഡിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കമ്പില്ലേ, ആ ഒരു സ്റ്റമ്മിന് പകരം യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവറിൻ്റെ, അതിന് ഞാൻ ഗ്രീൻ കളർ ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം പിന്നെ ഫ്ലവർ ടേപ്പില്ലേ, ആ ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ട് ചുറ്റിയാലും മതി. ഞാൻ 1-2 എണ്ണത്തിന് ഞാൻ ഫുള്ളായിട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ബാക്കി ചിലതിനൊക്കെ ഞാൻ പകുതിയോളം ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ. ഗ്രീന് പെയിൻറ്റൊക്കെ എൻ്റെ കയ്യിലും കുറേ കുറവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലവർ വേസിൽ വെക്കുമ്പോൾ അത്രയും ഭാഗം കാണൂലല്ലോ. അപ്പോൾ കാണുന്ന ഭാഗം വെച്ച് നമ്മൾ ഗ്രീൻ അടിച്ചാൽ മതി. പിന്നെ ഞാൻ 2 ഫ്ലവറും അതേപോലെ ആ ഒരു മൊട്ടില്ലേ, അതൊക്കെ ഒരു സ്റ്റമ്മിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. വലിയൊരു പൂവ്, പിന്നെ ഒരു ചെറിയ പൂവ്, പിന്നെ കുറച്ചും കൂടെ ചെറിയത്, അങ്ങനെ ആ ഒരു രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാ ഫ്ലവേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പോപ്പി ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ സ്റ്റെമ്മിന് ഞാൻ പെയിൻറ്റ് അടിക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്രീൻ ആക്രിലിക് കളർ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്ലവറിന് നമുക്ക് 1-2 ലീഫൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ അതിന് ഈ തെങ്ങിൻ്റെ ഈ കൊതുമ്പിൻ്റെ ആ ഒരു വല എന്ന് പറയും, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാമെന്നറിയില്ല, ഞാൻ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളൊരു ലീഫിൻ്റെ ആ ഒരു ഷേപ്പിൽ സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് വെട്ടിയെടുക്കുകയാണ്. ഈ ഒരു ലെങ്ത്തിൽ വെട്ടിയെടുത്താൽ മതി. നമുക്ക് ആ ഒരു ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി വീതി കുറഞ്ഞിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലീഫിൻ്റെ ആ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്താൽ മതി. എന്നിട്ട് ഞാനതിന് ഗ്രീൻ ആക്രിലിക് കളർ പെയിൻറ്റ് കൊടുക്കുകയാണ്. ഇതിന് നിങ്ങൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അടിക്കുന്നതാണ് നല്ലത്. കാരണം കുറച്ചൊരു പെയിൻറ്റ് എനിക്ക് അടിക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട്, പെട്ടെന്ന് അതങ്ങനെ അബ്സോർവ് ആയിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു വല ടൈപ്പല്ലേ. അപ്പോൾ കുറച്ച് ആദ്യം ഞാൻ നേരിട്ട് തന്നെ അടിച്ചിരുന്നത്, പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 ലീഫ് ഇവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെട്ടിയെടുത്ത് പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഉണക്കിയെടുത്തു. അപ്പോൾ അതിൽ ആ ഒരു ഫ്ലവേഴ്സും കൂടെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മൾ സാധാരണ വേറെ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ ലീഫൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഈ തെങ്ങിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫ്ലവറും പൂവിൻ്റെ ആ ഒരു മൊട്ട് സ്റ്റെമ്മ് ലീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ഈ തെങ്ങിൻ്റെ ഈ കൊതുമ്പ് എന്ന് പറയില്ലേ, നമ്മൾ പാട്ടിലൊക്കെ ഇട്ടില്ലേ കൊതുമ്പ് വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഇതാണ് ഞാനിവിടെ ഫ്ലവർ വേസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പിന്നെ
ഈ തെങ്ങും പൂക്കുലൊക്കെ ഉണ്ടാവുന്നത് ഇതിൻ്റെ ആ ഒരു ഉള്ളിലാണ്. അപ്പോൾ ഇത് അധികം ഉണങ്ങിയതിനേക്കാൾ നല്ലത് കുറച്ചും കൂടെ ഒന്ന് പച്ചയായിട്ടുള്ള ടൈപ്പാണ്. ഇതിപ്പോൾ അത്യാവശ്യം ഒരു ഉണങ്ങിയ ടൈപ്പാണ്. പിന്നെ അധികം അങ്ങ് ഉണങ്ങി പിന്നെ പറ്റി അങ്ങ് വേസ്റ്റായി പോകാനുള്ള ഒരു അവസ്ഥയുള്ളത് എടുക്കണ്ട. കുറച്ചൊരു ഉറപ്പുള്ള ആ ഒരു ടൈപ്പിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് നമ്മൾ ആ ഒരു ഫ്ലവർ വേസിന് അതിനനുസരിച്ചുള്ള ആ ഒരു ലെങ്ത്തിൽ നമ്മൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ നേരത്തെ തന്നെ 1-2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ എല്ലാം കൂടി അങ്ങ് ഷേക്ക് ആവുമായിരുന്നു. അപ്പം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് കുറച്ചൊരു വീതി കൂടിയ ടൈപ്പും ഒന്ന് കുറഞ്ഞ ടൈപ്പുമാണ്. അപ്പം നിങ്ങൾക്ക് അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ചൊരു നല്ല ഭംഗിയുള്ള ടൈപ്പ് നോക്കി എടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഒന്ന് ഒരു പൊടിയൊക്കെ ഉണ്ടാവും നന്നായിട്ട്, ആ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിൻ്റെ ശേഷം ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് കളർ പെയിൻ്റ് ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. ഇത് കുറച്ചൊന്നൊരു ഉണങ്ങിയ ടൈപ്പ് ആയതുകൊണ്ട് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക. അല്ലാതെ നമുക്ക് കുറച്ചുകൂടി ഒരു പച്ചയായിട്ടുള്ള ടൈപ്പിൽ കിട്ടുകയാണെങ്കിൽ, ഇങ്ങനെ ഇത്ര ഉണങ്ങാത്ത ആ ഒരു ടൈപ്പിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്തിട്ട് നല്ല വാർണിഷ് അടിച്ചാൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും. അത് പക്ഷേ നമുക്ക് ഈ കൊതുമ്പ് കിട്ടാൻ തെങ്ങൊക്കെ മുറിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടൈപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇതേപോലെ ഉണങ്ങിയതാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അധികം ഇങ്ങനെ നുരുമ്പി പോവാത്ത ടൈപ്പ് നല്ലത് നോക്കിയെടുക്കുക. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് കീറി പോവാതെ നല്ല വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പം നമ്മൾ ഈ ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് ആ ഒരു നല്ലൊരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മെറ്റാലിക് കളറില്ലേ, കോപ്പർ, ആ ഒരു കളർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വിരലിലോണ്ട് ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഈ ഒരു മെറ്റാലിക് കളർ ഈ ഒരു ബോട്ടിലിന് 25 റുപ്പീസാണ് റേറ്റ്. ഇത് സിൽവർ കളറും ഗോൾഡൻ കളറിലൊക്കെ കിട്ടാനുണ്ട്. നമുക്ക് കുറച്ച് മതി. ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബ്ലാക്കിൽ ഈ ഒരു കളർ വരുന്ന സമയത്ത് നല്ലൊരു ആൻറ്റിക് ലുക്ക് കിട്ടും. അപ്പം നിങ്ങളുടെ ഗോൾഡൻ കളറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. കറക്റ്റ് ആ ഒരു തോണിയുടെ ആ ഒരു ഷേപ്പ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മൾ ഫുള്ളായിട്ട് അടിച്ച് നല്ലൊരു ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൽ ആ ഫ്ലവേഴ്സൊക്കെ ഒന്ന് വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫ്ലവേഴ്സ്, അതുപോലെ ഫ്ലവറിൻ്റെ മൊട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ വേസ് എല്ലാം നമ്മൾ തെങ്ങിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം. അപ്പം നമുക്ക് ഇനി ഒരു ഫ്ലവർ വേസിൽ ഇങ്ങനെ അത് പറ്റില്ലല്ലോ, കാരണം അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഹോളായിട്ട് കിടക്കുകയല്ലേ. അപ്പം നമുക്കിതൊന്ന് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 2 സൈഡിലും ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ വീഡിയോ എൻ്റെ അടുത്ത് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വേറെ കാണിക്കുകയാണ്. ഇത് 2 സൈഡ് ടാപ്പാണ്. ഇത് 2 സൈഡിലും ഈ കൊതുമ്പിൻ്റെ 2 സൈഡിലും ഒന്ന് കുറച്ചൊരു നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഈ 2 സൈഡ് ടാപ്പിന് ഒരു 20 റുപ്പീസാണ് റേറ്റ്. ഇതിൻ്റെ 2 സൈഡിലും ഗം ഉണ്ടാവും. ഇത് കുറച്ചുകൂടി ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് വേറെ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ച ബാക്കിയാണ്. നമുക്കധികം വെയിറ്റ് ഇല്ലാത്ത സാധനമൊക്കെ നമുക്ക് ഭിത്തിയിൽ ആണിയൊക്കെ തറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഒട്ടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിത് നമുക്ക് എത്ര ലെങ്ത്തിലാണോ വേണ്ടതെന്നുള്ളത് ആ ഒരു ലെങ്ത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ അതിൻ്റെ മുമ്പേ ജസ്റ്റ് ആ ഒരു പുറത്തുള്ള ആ ഒരു സ്റ്റിക്കർ ഉണ്ടാകും, അത് ജസ്റ്റ് ഒന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം കുറച്ച് സമയം അത് ആ ഒരു ഭിത്തിയിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കിട്ടണം. എന്നിട്ട് നമ്മൾ കൈയെടുത്താൽ മതി. കുറച്ച് സമയം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് കോർണറിലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഭംഗി, കാരണം അതിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെയാണല്ലോ. എന്നിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലവേഴ്സും അതുപോലെ ലീഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു കൊതുമ്പിൽ നിന്നും നമുക്ക് ഇതേപോലെ കുറേ ഫ്ലവേഴ്സ് വേസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീടിൻ്റെ ഓരോ കോർണറിലൊക്കെ വെച്ചാൽ നല്ല രസമാണ്. ഈ ഫ്ലവർ വേസിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളൊക്കെ എടുത്തിട്ട് ഫ്ലവേഴ്സൊക്കെ നമുക്ക് ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഇത് നമുക്ക് ആ കോർണറിൽ കിടക്കുമ്പോൾ ആർക്കും ഒരു ശല്യം ഇല്ലാതെ കിടക്കുകയും ചെയ്യും. നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്നും കാണുകയും ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ടെസ്റ്റിമോണൽസ് ആണ്. പള്ളിക്കൽ ബസാറുള്ള താജ് അലി അയച്ചു തന്നതാണ്. പിസ്തയുടെ ഷെല്ലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പൈനാപ്പിളൊക്കെ വരച്ചില്ലേ, അതാണ് അയച്ചു തന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ബോട്ടിൽ ചെയ്തത് ഒരു വാൾ ഡെക്കർ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും എല്ലാവരും പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നിങ്ങൾ പിക്ചേഴ്സൊക്കെ അയച്ചു തരേണ്ടത്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. അതുപോലെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.